Good morning. Good morning. Hi. Hi. ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ഊട്ടി ട്രിപ്പാണ്. നമ്മൾ ആദ്യം തന്നെ രാവിലെ പോയത് ഊട്ടി ലേക്കിൽ ബോട്ടിംഗ് ആയിരുന്നു. അന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ നമ്മളാണ് ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ലേക്കിൽ തന്നെ സൈഡിലായിട്ട് ഒരു ടോയ് ട്രെയിൻ ഉണ്ട്. നമുക്ക് കുറഞ്ഞ റേറ്റിൽ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ ഒരു 10-15 മിനിറ്റ് ലേക്കിൻ്റെ സൈഡിലൂടെ ഒരു യാത്ര. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ആ ഒരു ചെറിയ ടോയ് ട്രെയിൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഒരു 10-15 മിനിറ്റ് രസമായിട്ട് യാത്ര ചെയ്യാം. അതും ലേക്കിൻ്റെ സൈഡിലൂടെ ലേക്കൊക്കെ ആസ്വദിച്ച് നമുക്ക് അത് വളരെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ കുറച്ച് നേരം നല്ലോണം ചില്ല് ചെയ്തു. ഈ ഒരു ടോയ് ട്രെയിൻ യാത്ര ഞങ്ങളെക്കാളും കൂടുതൽ ഏറ്റവും എൻജോയ് ചെയ്ത ഒരാളാണ് റെയ്ഡൻ ആയിരുന്നു ശരിക്കും ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്. ഒരു സൈഡിൽ നിറയെ ട്രീസ് ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഊട്ടി ലേക്കായിരുന്നു. ഊട്ടി ലേക്കിൻ്റെ സൈഡിലൂടെയാണ് ഈ ഒരു ടോയ് ട്രെയിൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നമ്മളെക്കാളും കൂടുതൽ ഭയങ്കരമായിട്ട് റെയ്ഡൻ ഈ ഒരു ട്രെയിൻ യാത്ര എൻജോയ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഫുൾ ഇരുട്ടാവും. പിന്നെ അവിടെ നിന്ന് നല്ല രസമായിരുന്നു. ഊട്ടിയിലേക്കിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറേ എന്താ പറയുക ഗെയിംസ് ആക്ടിവിറ്റീസും ഫൺ ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ പെയിൻറ്റ് ഗൺ ഉണ്ടായിരുന്നു, ഗൺ ഷൂട്ട്. അങ്ങനെ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് നിന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് ഇത് മാത്രമല്ല അവിടെ ഒരുപാട് ഫൺ ആക്ടിവിറ്റീസും ഗെയിംസും കാര്യങ്ങളും ഉണ്ട്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് നമ്മുടെ ഊട്ടി ഗാർഡനിലേക്കാണ്. ഗാർഡനിൽ കുറേ ഫോട്ടോസും വീഡിയോസും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. എനിക്ക് ആകെ ഈ ഒരു ക്ലിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു നല്ലൊരു ആർച്ചായിരുന്നു ഊട്ടി ഗാർഡനിലെ. അങ്ങനെ ഈ ഒരു ക്ലിപ്പ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഊട്ടി ഗാർഡൻ. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ദൊഡപെട്ട പീക്ക് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അവിടെ നല്ലൊരു വ്യൂ ആയിരുന്നു. പക്ഷെ നിറയെ കോട കാരണം നമുക്ക് എന്താ പറയുക ഊട്ടി ഫുൾ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. കോട കാരണം നമുക്കത് കാണാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ നമ്മൾ ദൊഡപെട്ട പീക്കിൽ നിന്ന് നേരെ പോകുന്നത് ഊട്ടി റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ കിലുക്കം സിനിമയിൽ രേവതി ചേച്ചി വന്നിറങ്ങുന്ന ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ആ റെയിൽവേ സ്റ്റേഷൻ കാണാനാണ് പിന്നീട് നമ്മൾ അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ ടോയ് ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ആ ട്രെയിനിൻ്റെ ഉള്ളിലൊക്കെ കയറി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ കുറച്ച് നേരം ആ റെയിൽവേ സ്റ്റേഷനും ആ കിലുക്കം സിനിമയിലെ രേവതി ചേച്ചി ആ സീനൊക്കെ ഇങ്ങനെ മൈൻഡിൽ ആലോചിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ കുറേ നേരം എന്താ പറയുക ഭയങ്കര രസമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. അങ്ങനെ ആ ട്രെയിൻ പോയി നോക്കി ഇങ്ങനെ വിഷമിച്ച് നിന്നു, കയറാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. ആ വിഷമം മാറ്റാനായിട്ട് ഞങ്ങൾ ഇനിയും ഒന്നുകൂടി ഊട്ടിക്ക് ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരാം. നമ്മൾ ഇവിടുന്ന് നേരെ പോയത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്, തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ ഈ ഒരു ഊട്ടി ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഇതിലും അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വരും. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്. 5 കാലിന്